ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എല്ലാവർക്കും സുഖമാണോ? രാവിലെ എണീറ്റ് നോക്കിയപ്പം നിറച്ച് മഴ പെയ്ത് പറമ്പെല്ലാം നല്ല പച്ചപ്പ് ഹരിതാപവും നിറഞ്ഞു നിൽക്കുന്നു. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ലോഗ് എടുക്കാം. സോ കം. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പറമ്പ് ഫുൾ നനഞ്ഞ് കുതിർന്ന് നോക്ക്. പക്ഷേ ഐ ലൈക്ക് ദിസ്. അയ്യോ, ഇത് കാറ്റത്ത് മറിഞ്ഞ് വീഴാറായി നിൽക്കുകയാണ്. ഒരു കവുങ്ങുണ്ടായിരുന്നു, എന്തോ അത് ഇന്നലെ മെനഞ്ഞാന്നത്തെ കാറ്റത്ത് ഒടിഞ്ഞ് വീണ് അതിനെ വെട്ടിമാറ്റി ഈ പറമ്പ് വൃത്തിയാക്കി ഇട്ടിരുന്നതാണ്. പക്ഷേ വൃത്തിയാക്കുന്നതിൻ്റെ അടുത്ത ദിവസം ഇവിടെ മഴ പെയ്ത് കുളവായി. രണ്ട് ചീരക്കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചായമൻസയുടെ ചെടി ഉണ്ടായിരുന്നു. ചായമൻസ, ഇതാണ് ചായമൻസ. ഇത് ചീര പോലെ വെക്കുന്ന സംഭവം കേട്ടോ, ചായമൻസ. അതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞതോ മറിഞ്ഞ് വീണ് കിടക്കുകയാണ് മഴയത്ത്. ചായമൻസ കണ്ടിട്ടില്ലാത്തവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ചീര പോലെ നമ്മളിങ്ങനെ ഇത് കഴിക്കും. പിന്നെ അവിടെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്, ദോതവിടെ, അതിൻ്റെ ദപ്പുറം. അത് രാവിലെ ആവശ്യമുണ്ട്. മണ്ണ് മാന്തുന്ന ഏതെങ്കിലും പണിക്ക് ആളെ വേണമെങ്കിൽ എന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നാലും വൃത്തിക്ക് കുഴി കുഴിച്ചു തരാനുള്ള ആൾ ഇവിടെ ഉണ്ട്. സോളി ഡേ, എന്നതാ ഇത് മുഴുവൻ നോക്ക്. എനിക്കിതിൻ്റെയാണോ പണി? വൃത്തിയുടെ ആക്കാതെടാ. നമ്മുടെയൊക്കെ പറമ്പിൽ ഈ സാധനം ഇപ്പം കാണാനേ ഇല്ല. വാഴപ്പൂവ്. ഞാൻ അകത്ത് കയറാൻ നോക്കിയിരിക്കുന്നു. നല്ല മഴ. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ട്രിവാൻഡ്രത്ത് ഇപ്പം മഴ ഇങ്ങനെ മാറി മറിയുന്ന സമയമാണ്. ചില സമയത്ത് വെയിൽ വരും, ചില സമയത്ത് മഴ വരും. ഇപ്പം നഗത്തോട്ട് കയറി മഴ സ്റ്റാർട്ട്. രാവിലത്തെ ചപ്പാത്തിക്കും പൊട്ടറ്റോ കറിക്കും വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനാണ്. മഴക്കാറ് കാരണം വീട് ഫുൾ ഇപ്പോൾ ഇരുട്ടാണ്. മിക്കവാറും പന്തം കത്തിക്കേണ്ടി വരും. വീട് മുഴുവൻ ഇരുട്ടാണ് ബിക്കോസ് ഓഫ് മഴക്കാർ. മമ്മി, യെസ്, ഓ അരി. കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ മമ്മിയെ കണ്ടുപിടിച്ചു. ഗൈസ്, ആര്യവേപ്പില പറിക്കാനുള്ള പരിപാടിയില്ല. ഞാൻ ഇവിടുന്ന് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടും. ഇവിടെ അതിൻ്റെ അപ്പുറം ആര്യവേപ്പില. അതിസാഹസികമായി സാറ ജോസഫ് ആര്യവേപ്പില പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മഴ. ഇടി കുടുങ്ങുന്ന ഒച്ചയാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഹലോ, എൻ്റെ മേനെ ആ ദോശ കഴിക്ക്. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് തീർന്നു, അതിനിപ്പോൾ ദോശ കഴി. നീ എവിടെ പോയി അടി ഉണ്ടാക്കി കുഞ്ഞാ നീ? പോടാ. നമ്മുടെ വ്ലോഗിൻ്റെ മർമ്മപ്രധാനമായ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഹിയർ കംസ് അവർ ഹീറോ, ആര്യവേപ്പില. നിങ്ങൾ ആര്യവേപ്പില മഴയത്ത് മമ്മി പറിക്കുന്നതൊക്കെ കണ്ടല്ലോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അത് ഒരു പ്രാവശ്യം കുരു വന്നു.
മീൻസ് ആദ്യത്തെ തവണ തേച്ചപ്പം കുരു വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും അഹങ്കാരം മൂത്ത് വീണ്ടും തേച്ച്. അപ്പോൾ എന്തായി, എൻ്റെ മുഖം മലർ മിസ്സിൻ്റെ മുഖം പോലെ ആയെന്ന് വിചാരിച്ചാലല്ല. മലർ മിസ്സിൻ്റെ മുഖത്തെ കുരുക്കൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഇതെൻ്റെ പൊന്നേ, ഈശോ, എൻ്റെ ശിവനേ. എന്തായാലും ആര്യവേപ്പില പ്രയോഗം എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം. ആര്യവേപ്പിലയും തൈരുമൊക്കെയാണ് ഞാൻ എൻ്റെ കുളവാക്കിയ മുഖത്തിനെ നേരെയാക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ. അപ്പോൾ ആര്യവേപ്പില ഫ്രഷ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ കമ്പും കോലും എല്ലാം കളഞ്ഞിട്ട് ആര്യവേപ്പില നന്നായിട്ട് അരച്ചെടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞളിടാം. എനിക്ക് മഞ്ഞൾ അലർജിയാണ്. ഏത് മഞ്ഞളും, കസ്തൂരി മഞ്ഞളും എന്തായാലും കറിക്കിടുന്ന പോലെയല്ല, മുഖത്തിട്ട് കഴിഞ്ഞാൽ പണി പാളും. ഞാനങ്ങ് കരിവാളിച്ച് പോകും. സോ ഞാൻ മഞ്ഞളിടാതെ പ്യുവറായിട്ട് ആര്യവേപ്പില ഇങ്ങനെ ഇതുപോലെ മൈലാഞ്ചി കയ്യിൽ അരച്ചിടുന്ന പോലെ കുരുക്കൾ എവിടെയാണോ കൂടുതൽ അവിടെ ഇങ്ങനെ അരച്ച് സെറ്റാക്കിയിടും. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ, അരമണിക്കൂർ മുന്നേ, അങ്ങനെ സമയപരിധിയൊന്നുമില്ല. മാക്സിമം ഞാൻ എത്രത്തോളം അരച്ചിടാൻ, ടൈം എടുക്കുന്ന അത്രയും ഞാൻ നന്നായിട്ട് അരച്ചിടും. ആദ്യമേ കൊട്ടിക്കളഞ്ഞിട്ട് പിന്നെയാണ് പയറുപൊടിയോ സാധാ കേർഡ് ഉപയോഗിച്ച് കഴുകിക്കളയും. ഉച്ചക്കത്തിന് വേണ്ടി നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണ്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇതാ നന്നായിട്ട് സംഭവം സെറ്റായി. സാമ്പാർ, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പൊടിമീൻ വറുത്തത്, ആഹാ. അങ്ങനെ എൻ്റെ കുളിയും വേപ്പില പ്രയോഗം എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ സുഖം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പച്ചപ്പ് നിറഞ്ഞ എൻ്റെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ പുതിയ കണ്ടൻറ്റുമായിട്ട് വീണ്ടും സന്ധിക്കലാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.